ഗുഡ് മോർണിംഗ് ഫാമിലി. അപ്പോൾ അമൃതേച്ചിയുടെ വെരി 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 ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അവരെ ഉറക്കപ്പിച്ചിലാണ്. ഇതാണ് കേട്ടോ വേറൊരു മെയിൻ ഫ്രണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എവിടെയെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള വൈബിലാണ്. അപ്പോൾ ഈ ജെൻസിയുടെ കൂടെ വൈബ് ചെയ്യാൻ വെച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മളെ കൊണ്ട്. എന്നാലും നമ്മൾ എത്തിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയോ പോകാൻ പോവാണ്. റെഡി ആവട്ടെ കേട്ടാ. അപ്പോൾ വേഗം ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ഇറങ്ങലൊന്നും നടന്നില്ല. പക്ഷേ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഇടയിൽ ചെറിയൊരു വർക്ക് പരിപാടി ഉണ്ട്. അപ്പോൾ ഞാനത് ഓടിപ്പോയി തീർത്തിട്ട് വേഗം വരാം. എന്നിട്ട് എവിടെ പോയി തിന്നുന്നോ എന്ത് ചെയ്യുന്നു എന്നൊക്കെ കാണിക്കാം. ഞാനും അങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല. കുറേ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാര കിടക്കണോ? എന്താടാ എന്റെ അനിയത്തി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ ആന കരിമ്പക്കാട്ടിൽ ചെന്ന് കയറിയ പോലെ ഒരു ഫീലിംഗ് ആണ്. അനിയത്തിയുടെ കുഴപ്പം, അല്ലാതെ ഈ വളരാത്ത ഈ ചേച്ചിമാരുടെ കുഴപ്പമല്ല അല്ലേ? പാപ്പും ഗൗരിക്കുട്ടിയും നിന്നേക്കാൾ എത്ര ഭേദമാണെന്നറിയാമോ? അന്ന് ഞങ്ങൾ ചിഹ്നം ഭിന്നമായി പോകും. ഈ തള്ളാരെ ചില്ലയാൻ വിളിച്ചേക്കന്നെ. എന്നിട്ട് നിർത്തി ആട്ടു തന്നെ നിർത്തി. അബോണ്ടിന്റെ ഒരു അവസ്ഥ അല്ലേ? അല്ലടാ. അപ്പൊ ഞാൻ സുന്ദരി കേട്ടോ. ഞാൻ പുറത്തേക്ക് പോകാൻ റെഡിയായി. എന്താടാ നോക്കണ? എവള് പഠിച്ചു നിൽക്കുന്നു. ഇല്ല, ഞാൻ ഇന്നലെ രാത്രി തപ്പിയതല്ലേ. ആരോണ്ടിക്ക് ഓർമ്മയില്ലേ? ഇന്നലെ രാത്രി ഞാൻ ഇറങ്ങി തപ്പിയതാ. അങ്ങനെ എൻ്റെ വർക്ക് പരിപാടികളൊക്കെ സെറ്റായി. ഇനി അവരുടെ അടുത്തേക്ക് പോയിട്ട് എവിടെയെങ്കിലും തിന്നാൻ പോകാം. വല്ലതൊക്കെ തിന്നണം, വിശക്കുന്നുണ്ട്, കണ്ണ് കാണുന്നില്ല. ഞാൻ ഇപ്പം ഈ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയതിന് പിന്നെ രാവിലെ അല്ലെങ്കിൽ ലഞ്ച് മാത്രമേ പ്രോപ്പറായിട്ട് കഴിക്കലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് ഗൈസ്. പോട്ടെ. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ ഷെയർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവാറുണ്ട്. ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് പേഴ്സ് ചെയ്യുന്ന ആളായതുകൊണ്ട് വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതും കൂടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട്സ് വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. മുടികെട്ടി കൊടുക്കാൻ അറിയാൻ പാടില്ല. കുഞ്ഞമ്മയാണ് ചേച്ചി കെട്ടുന്നുണ്ടോ? കുഞ്ഞമ്മയാണ് വേണ്ട, ഞാൻ കെട്ടുന്നുണ്ട്. അപ്പൊ പോയിക്കോ. അടുത്തൊരു ഉരുപ്പ്. എന്താ കുട്ടികൾക്കൊക്കെ എന്നെ വലിയ ഇഷ്ടം. എന്നെ പിടിച്ചു അയ്യോ, 2 കൂടെ തലയിറങ്ങി വീഴാൻ പോകുന്നേ. അയ്യോ, എനിക്ക് കണ്ടിട്ട് എനിക്ക് തലയിറങ്ങും. എടി നിർത്തടി. അയ്യോ, 2 മിനിറ്റ് ഒന്ന് നേരെ തന്നെ. ആധുനിക ലോകത്തിന്റെ പ്രശ്നം ഇതാണ്. പാപ്പോനെ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലായില്ല. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ഫോണിൻ്റെ കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫോർട്ട് കൊച്ചി സൈഡിലേക്കാണ് പോകാൻ ഡിസൈഡ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത്. ഞാൻ അവരെ ചിരിപ്പിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരെ ചിരിപ്പിച്ചാണ്. അതാണ് ഇങ്ങനെ ചിരിക്കുന്നത്, അല്ലാതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ചിരിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസും കുറേ ഇതുപോലത്തെ ബൂമറാങ്ങും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വെജിനെ അമ്മയും കൂടെ ഡിസൈഡ് ചെയ്തൊരു ഡേറ്റും കാര്യം പറഞ്ഞു വന്നിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ സ്ക്വീസിന് ആയിക്കോളാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഉച്ചയായി, ലഞ്ചായി. പാപ്പു അമ്മയാണ് എൻ്റെ കൂടെ ഏറ്റവും സമയം ഊട്ടോപ്പിയയിൽ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഊട്ടോപ്പിയ തന്നെ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ പാപ്പുവിനെ കാണിച്ചു തരാം കേട്ടോ. ഊട്ടോപ്പിയ പോയാലോ? മോനു എന്ന് പറയുമ്പോ അവള് വിളിക്കണം. എന്റെ നിന്നെ അല്ല, എന്റെ ജിമ്മിനെ വിളിച്ചേ. ജിമ്മിനെ വിളിക്കാം. ലെഫ്റ്റ്. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ കൊച്ചിയിലുള്ള അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായത് എവിടെയാണ്? നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചിയാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സിറ്റീൻ്റെ അകത്തുനിന്ന് കുറച്ചൊരു ഡിഫറെൻറ്റ് വൈബിൽ വന്ന് ചില്ല് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റുന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് പിക്സ് ആണ് ഫോർട്ട് കൊച്ചി. ഊട്ടോപ്പിയ കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചി തന്നെ എത്തി. പാപ്പൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ ഞങ്ങൾ എത്തി. വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട്. അങ്ങനെ അന്തവും കുന്തും ഇല്ല. അത് ഇവിടെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഇപ്പൊ വേണ്ട.
എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ തെണ്ടിത്തിരിഞ്ഞ് ഫോട്ടോ വെച്ച് നടക്കുകയാണ്. എവിടെയെങ്കിലും എത്തിയിട്ട് ഞാൻ പറയാം. എൻ്റെ ചേച്ചിയുടെയും കോമ്പിനേഷൻ എങ്ങനെയാണ് കുട്ടികളുടെ കൂടെ. ചേച്ചി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ഒരാളും, ഞാൻ ഇമോഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ തന്നെയാണ് ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആവുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഇവളൊരു ഫീഡ്ജറ്റ് സ്പിന്നറും മറ്റേ ഒരു ചെറിയ ഫാൻ പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു. എത്ര രൂപ? പിന്നെ ആൻറ്റിക്കുണ്ടത്. അങ്ങനെ ഞങ്ങൾ ഫോർട്ടുകൊച്ചി ഫുള്ള് നല്ലൊരു അടിപൊളി പ്രദക്ഷിണം നട്ടുച്ചയ്ക്ക് നടത്തി. അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, പിള്ളേരൊക്കെ ആയിട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മുടി വളർത്തുമ്പോൾ പലരും പറയാറുണ്ട് മുഖത്തുനിന്ന് മാറ്റിയിട്ടിടുന്നു. പക്ഷേ ഭയങ്കര വെയിൽ വരുമ്പോൾ സൺസ്ക്രീൻ പോലും ഇടാതെ ധൈര്യമായിട്ട് നടക്കാൻ പറ്റും. എൻ്റെ പോലെ മുടിയുള്ളവർക്ക് കണ്ട വെയിൽ കൊള്ളുന്നുണ്ട്, തല കുനിച്ച് കിടക്കുന്നു. എനിക്ക് അന്തസ്സായിട്ട് ഇങ്ങനെ നടന്നാൽ മതി. അങ്ങനെ അല്ലറ ചില്ലറ ചളിയൊക്കെ അടിച്ച് ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയല്ലോ. സാഹിത്യ ചേച്ചി അമൃതേശ്വര ചെന്നൈയിൽ ആദിശക്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചേച്ചി ആക്ടിങ് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫ്രണ്ടാണ്. എവർ സിൻസ് ഷീസ് ലൈക്ക് എ ഫാമിലി മെമ്പർ. മറ്റേത് ആര്യചേച്ചി നിങ്ങൾക്ക് അറിയാമായിരിക്കും, അമൃതേശ്വര ചെറുപ്പം മുതലേ ഉള്ള ഒരു ഫ്രണ്ടാണ്. എൻ്റെ ആര്യചേച്ചിയുടെ വാവ ഗൗരി. ഇവിടെ ആകെ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, വെയിലില്ലാത്തടത്ത് കൊണ്ടുപോകണമെന്ന്. കറക്റ്റ് വെയിലില്ലാതെ അല്ലേ ഞങ്ങൾ കൊണ്ട് ഇതൊക്കെ പറ്റും. അങ്ങനെ പാപ്പുവിനെയും ഗൗരിനെയും എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നിങ്ങളൊരു നല്ല സ്ഥലം പിക്ക് ചെയ്യും, നിങ്ങൾക്ക് പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലം പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. അപ്പം എനിക്ക് ആക്ച്വലി ഐ ലവ് ഔട്ട്ഡോർസ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ കൊണ്ട് കാണിച്ചു. പക്ഷേ പാപ്പു ബസ്സിലേക്ക് നമുക്ക് കുറച്ച് ചൂടുകളുള്ളൊരു സ്ഥലത്ത് പോകാം. ചേച്ചിക്കും അടുത്തു. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രദക്ഷിണം വെച്ചിട്ട് ഫൈനലി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട തൊട്ടടുത്തുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പോകുന്ന കാശി തന്നെ പോയി, കാരണം പാപ്പുന് ഭയങ്കര ഇഷ്ടമാണ്. കാശി വേണ്ടേ? അവസാനം കറങ്ങി തീർന്ന് നമ്മൾ കാശി തന്നെ എത്തി. ചേച്ചി ചേച്ചി എന്താ ഒരു പടി പിന്നോട്ട് വെച്ചിരിക്കുന്നത്? എന്താ ചേച്ചി വെജിന്റെ കാര്യം? Opposite so you can see each other, right? That's a good idea. ഇത് ഇങ്ങനെയല്ലേ ഞാൻ ഇവിടുന്ന് നൈസ്. അപ്പോൾ എൻ്റെ അടുത്തതിന് മുൻപ് ഞാൻ കാശിയിലത്തെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇച്ചിരി എക്സ്പെൻസീവ് അല്ലേ എന്നുള്ളത്. അപ്പം ഇതിന് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരണം എന്ന് വിചാരിച്ചിരുന്നതാണ്. നമ്മൾ ഓരോ കടകളും അത് ഇരിക്കുന്ന സ്ഥലം, അവിടെ നമ്മൾ കൊടുക്കുന്ന ഫുഡ്, നമ്മുടെ റെൻറ്റ്, നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന ഗ്യാസിൻ്റെ എത്രത്തോളം ഫ്യൂവൽ പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്നും കുറേ ടൈപ്പ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റാണ് മെനുവിൽ നമ്മൾ കാണുന്ന പ്രൈസിങ്. അല്ലാതെ ഓക്കെ ഇത്ര പീസ് ചിക്കൻ ഇത്ര സാധനം, അപ്പോൾ ഇതിനിങ്ങനെ ഒരു റേറ്റ് അങ്ങനെയല്ല. പിന്നെ അത് ഇരിക്കുന്ന സ്ഥലം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് കുറച്ചുകൂടെ കൂടുതലായിരിക്കും അതിൻ്റെ ഒരു ടാരിഫ് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഓരോ സ്ഥലങ്ങളിലെയും ഫുഡ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പോകുന്ന സ്ഥലം കുറച്ചുകൂടി ഫെസിലിറ്റീസ് കൂടുതലാണ്, കുറച്ചുകൂടി പ്രീമിയം ഫാക്ടർ ഒരു ഫീലിംഗ് തരുന്നുണ്ട്, ഒരു പ്രത്യേക ആംബിയൻസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രൈസ് അതനുസരിച്ച് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പല സ്ഥലങ്ങളിലെ മെനുവിലുള്ള ഫുഡിൻ്റെ പ്രൈസിങ്ങിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കുറേ ഘടകങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാശ് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ആണ്, പക്ഷേ അത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വി കാൺ ഗെറ്റ് എ BMW ഫോർ ചീപ്പ് റേറ്റ്, റൈറ്റ്? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സാധനം. ഒരു ബ്രാൻഡിന് ബ്രാൻഡ് വാല്യൂ ഉണ്ട്, പിന്നെ അതിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുന്ന ഒരു പരിപാടികളുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് കൂടി, അല്ലാതെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ആ ചിക്കനും അതിൻ്റെ ഗ്രേവിയും അത് കുക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഓയിൽ, ഇത് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല ഒരു ഫുഡിൻ്റെ പ്രൈസിങ് ഇടുമ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ എക്സ്പെൻസീവ് ആണ് എന്ന് ഫീൽ ചെയ്യുമ്പം ഇനി അടുത്ത വട്ടം ഇങ്ങനത്തെ കുറച്ച് ഇവർക്ക് എത്ര ചിലവ് വരുമായിരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ശരിക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത വീഡിയോയിലേക്ക് അങ്ങനെ ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ കഴിപ്പും എല്ലാം അവസാനിച്ചത് ഈ ഒരു ചോക്ലേറ്റ് കേക്കിലാണ്. കാശിയിലെ ചോക്ലേറ്റ് കേക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് വർത്ത്. അത്യാവശ്യം ഒരു ഡ്രൈവൊക്കെ പിടിച്ച് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വന്നാലും ഇറ്റ് ഈസ് വെരി വർത്ത് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു സാധനം കണ്ടു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സാധനമാണ്, പക്ഷേ പാപ്പൊന്നും ഇത് കണ്ടിട്ടില്ല.
ഇതിനകത്തുനിന്ന് വേണ്ട, പാപ്പും എടുക്ക്. ആദ്യം തന്നെ വിയർ പ്ലക്കിങ് എൻ്റെ അടുത്ത് പറഞ്ഞു, സോറിയൊക്കെ പറഞ്ഞു. അല്ലതാ ഇതുപോലെ എടുത്തോ, എന്നിട്ട് പ്രസ് ചെയ്ത് നോക്കിക്കോ. ഓ നിന്റെ കയ്യിൽ ചോരപ്പുഴ ഒഴുകുമല്ലോ ഗൗരി. ഓക്കെ ശരിക്കും ബ്ലഡ് പോലെ ഇല്ലേ ഇല്ലേ കണ്ടാ? അപ്പൊ ഇത് കണ്ടോ അതിന് മുമ്പ്? ഈ ചെടിക്കൊരു പേരിട, ചോരച്ചെടി. ചോടി 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 എല്ലാം പറഞ്ഞു കൊടുക്കാൻ ഈ അബോണ്ട തന്നെ വേണം എന്നുള്ളത് അല്ലേ? എന്തൊരു വലിയ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ പ്രാങ്കുകളുടെ മെയിൻ താരമായിരുന്നു ഈ ചോരച്ചെടി. അപ്പോൾ എന്തായാലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ നടക്കുകയാണ്. ഞങ്ങളുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചെടി പാപ്പവും ഗൗരിയൊന്നും കണ്ടിട്ടും കൂടില്ല. കാരണം ഇവരൊക്കെ മോസ്റ്റ്ലി ഫ്ലാറ്റിലാണ്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിൽ പോകണം. ഈ വഴി കൂടെ നടക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അറിവ് പറഞ്ഞു കൊടുക്കാനൊക്കെ അബോണ്ട വേണ്ടി വന്നു. അപ്പോൾ അടുത്ത വട്ടം കാണുന്നവരേക്കും ടാറ്റ.